കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് ഡൽഹി ജന്തർ മന്ദറിനടുത്ത് സംഘടിപ്പിച്ചു. ഒരു മീറ്റപ്പ് ആയിരുന്നു. അപ്പം ഇതിനെന്താന്ന് വെച്ചാൽ ലോകത്ത് മൊത്തമുള്ള ആളുകൾ ഇതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു. ഈ CJP എന്ന് പറയുന്ന പാർട്ടിയിൽ എത്രയൊക്കെ പറഞ്ഞാലും ഓൺലൈനായിട്ട് ഇപ്പം നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരന്റെ കൊലപാതകം ഉണ്ടായി. പ്രമുഖ പാർട്ടികളും പാർട്ടി നേതാക്കളും നീറ്റ് എക്സാമിന്റെ ക്രമക്കേടിനെതിരെ നടന്നൊരു ആദ്യത്തെ ഒരു ജനരോഷം കൂടിയാണ്. ഇനി അങ്ങോട്ട് CJP എത്രത്തോളം വളരും, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുകളിലേക്ക് പോകുക എന്നുള്ളതൊക്കെ നമുക്കിനി കാണാം അല്ലേ. കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് ഡൽഹി ജന്തർ മന്ദറിനടുത്ത് സംഘടിപ്പിച്ചു. ഒരുപാട് ആളുകൾ പങ്കെടുത്തു എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ സംഘടിപ്പിച്ച അവരുടെ ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ അവർ ആഹ്വാനം ചെയ്ത പ്രൊട്ടസ്റ്റ് വിജയമായിരുന്നു, അതോ നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ പരാജയത്തിലേക്കുള്ള തുടക്കമായിരുന്നു? ഇല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഓൺലൈനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ആക്ച്വലി. പിന്നെ ഇത് ഓഫ്ലൈനിലോട്ട് വരുമ്പോൾ ഈ ആളുകൾ കൂടുന്നില്ല എന്ന് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഇതിപ്പോൾ ഡൽഹിയിൽ വെച്ച് നടന്നൊരു സംഭവമാണ്, ഒരു മീറ്റപ്പ് ആയിരുന്നു. അപ്പം ഇതിനെന്താന്ന് വെച്ചാൽ ലോകത്ത് മൊത്തമുള്ള ആളുകൾ ഇതിൽ ഇൻവോൾവ്ഡ് ആയിരുന്നു, ഈ CJP എന്ന് പറയുന്ന പാർട്ടിയിൽ. അപ്പം ഡൽഹിയിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നി മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ പറഞ്ഞാലും ഓൺലൈനായിട്ട് ഇപ്പം ഇത്രയും ആളുകൾ ഇപ്പോൾ നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരൻ്റെ കൊലപാതകം ഉണ്ടായി. അപ്പം അതിൻ്റെ പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉപദ്രവിക്കും, എത്ര പേരെ എൻ്റെ ഒപ്പം നിൽക്കും എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടു. പക്ഷേ ഓക്കെ, ഞാൻ നിൽക്കാം, ഞാൻ വരാം എന്നൊക്കെയുള്ള ഉത്തരങ്ങളും നമ്മൾ കണ്ടു. പക്ഷെ ഇവരൊന്നും ഒരിക്കലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചു കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ ഒപ്പം പോവോ? ഒരിക്കലും പോവില്ല. അപ്പം ഓൺലൈൻ എന്ന് പറയുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്കിപ്പോൾ ഒരു ലൈക്ക് ഇടാനോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാനോ ഷെയർ ചെയ്യാനോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വലിയ നമ്മളായിട്ടൊന്നും ഒരു എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്കൊരു അഭിപ്രായം തോന്നി നമ്മളത് ചെയ്തു, അത്രമാത്രം. നമ്മൾ അവരുടെ ഒപ്പം പങ്കാളിയായി. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമുഖ പാർട്ടികളും പാർട്ടി നേതാക്കളും ഇവർക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പലരും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കേവലം ഒരു ഓൺലൈനിൽ തുടങ്ങി പിന്നീട് ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന്, ഇത് നീറ്റ് എക്സാമിൻ്റെ ക്രമക്കേടിനെതിരെ നടന്നൊരു ആദ്യത്തെ ഒരു ജനരോഷം കൂടിയാണ്. അപ്പം അതിൽ പങ്കാളിയാവുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ പാർട്ടി ഉദ്ദേശിച്ച് BJP-കാരുണ്ടാവാം ചിലപ്പോൾ. പക്ഷെ നീറ്റ് എന്നുള്ളൊരു എക്സാം ബേസ് അതിനെതിരെ വന്ന ആളുകളായിരിക്കാം. പക്ഷെ ഇവരൊന്നും ചിലപ്പോൾ വേറൊരു പ്രതിഷേധത്തിനൊപ്പം ഉണ്ടായിക്കൊള്ളണമെന്നും ഇല്ല. അവരുടെ ചിലപ്പോൾ ഒരു പാർട്ടി നോക്കുമായിരിക്കും, അറിയില്ല. അപ്പം ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നേരിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, എല്ലാവർക്കും എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നീറ്റിൻ്റെ കേസായതുകൊണ്ട് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഈ സമരത്തിൽ പങ്കാളികളായേക്കാം. പക്ഷെ അവരൊന്നും മറ്റൊരു പ്രതിഷേധത്തിലാവണമെന്നില്ല. മറ്റു പാർട്ടികളിലൊപ്പം ചിലപ്പോൾ നിന്നേക്കാം, പറയാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്കൊരു മാസീവ് ചോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അത് ഓഫ്ലൈനായിട്ടാകുമ്പോൾ നമുക്കത് അത്ര പ്രായോഗികമാവണമെന്നില്ല. വശിത പറഞ്ഞു ഭാഗമാകുന്നത് നീറ്റ് പോലുള്ളൊരു ഇങ്ങനൊരു നീറ്റിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇതിന് കൂട്ടുനിന്നത്. പക്ഷെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പാർട്ടികൾ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഇന്നലെ തുടങ്ങിയ ഈ നമ്മളൊക്കെ കളിയാക്കി വിട്ടതാണ് ഈ CJP-നെ. അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുത്തിട്ട് വേണോ ഇവർക്ക് ഈ ക്രമക്കേടിൻ്റെ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെതിരെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ? അത് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. അതായത് ഇത്രയും വലിയ പ്രബലമായിട്ടുള്ള രാഷ്ട്രീയ ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചതും. അവരൊന്നും ഈ വിഷയം ഏറ്റെടുക്കുക ചർച്ച ചെയ്യാത്തൊരിടത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടം യുവാക്കള് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം, തൊഴിലില്ലാത്ത യുവാക്കൾ എന്ന് അധിക്ഷേപിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇത് തുടങ്ങുന്നതും ഇതിനെതിരെ സമരം ചെയ്യുന്നതൊക്കെ. അപ്പം അത് വളരെ നല്ല അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചത്ര ശക്തി നമുക്കിതിന് കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക്. പക്ഷെ അതിന് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അത് ശക്തിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് നടക്കുന്ന സമയത്ത് RSSകാർ ഈ കൂട്ടരെ ആക്രമിച്ചു എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, മിക്സ് അക്കൗണ്ടൊക്കെ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ബാൻ ചെയ്യുകയുണ്ടായി, റെസ്ട്രിക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു വിധത്തിൽ ഇവർ ശക്തിപ്പെടുകയും എതിരാളികൾ ഭയപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു സൂചനയല്ലേ നമ്മൾ കണ്ടത്? അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഈ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളും ഇതിന് അപ്പുറത്തേക്ക് ആളുകൾ കമന്റ് ചെയ്യുന്നതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലോട്ട് എത്തിച്ചേരുമ്പോഴാണ് ഇതിനൊരു ഫലം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എത്താത്ത പക്ഷം ഇനിയിപ്പോൾ അത് എത്തിയ പോലെ നമ്മൾ കണ്ടതാണ് വോട്ട് ചോരി പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ. അപ്പം
എത്രത്തോളം ഇത് വളർന്നു വന്നാലും അതിനെ നശിപ്പിക്കാൻ തക്കതായിട്ടുള്ള ഒരു വശം ഇങ്ങേപ്പുറത്ത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രത്തോളം ഇതിന് ഫലം ഉണ്ടാവും എന്നൊന്നും ചോദിച്ചാൽ നമുക്കറിയില്ല. അത്രയും ശക്തിപ്പെടേണ്ടി വരും, എങ്കിലാണ് ഇതിന് ചെറിയൊരു ഫലം പോലും നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത്രത്തോളത്തേക്ക് എത്തുമെന്ന് ഡൗട്ടാണ്, പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഇതിൽ തന്നെ 1000 പേരെ പങ്കെടുത്തുള്ളൂ എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. കാരണം ഇത് തുടങ്ങിയ സമയത്തൊക്കെ എത്രയോ മില്യൺ ഫോളോവേഴ്സ് വന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഒരുപാട് പ്രമുഖർ വന്നു. പക്ഷേ അവരെ ആരും ഈ ഈ ഇതിലായിട്ട് വന്നപ്പോൾ, ഇത്രയും ഗ്യാതറിങ് നടക്കുന്ന സമയത്ത് ആരെയും കണ്ടില്ല എന്നുള്ളതും, ഈ ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾ അത്ര പോലും, പകുതി പോലും ഇതിനിങ്ങനെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ നാട്ടിൽ വന്ന് അയാൾ തന്നെ സ്വയം പ്രഖ്യാപിച്ച ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നത്. പക്ഷെ ഈ മില്യൺ അടുത്ത ആളുകൾ പോലും വന്നില്ല എന്നുള്ളത് ഒരാക്ഷേപമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി CJP എത്രത്തോളം വളരും എന്നുള്ളത് അശ്വതിക്ക് എന്താ തോന്നുന്നത്? ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമോ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകൾ കൂടി വരുമോ? അല്ലെങ്കിൽ ഇപ്പോൾ അവർ നമ്മൾ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CJP തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഇതിപ്പോൾ സാധാരണ ഒരു ക്യാമ്പയിൻ പോലെ ഒരു 3-4 ദിവസം ഇത് കത്തിക്കാളുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിപ്പോൾ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രമുഖ പാർട്ടി നേതാക്കൾ വരെ ഇതിന് പിന്തുണച്ച് പങ്കെടുത്തു. അപ്പം ഇനി ഇത് എത്രത്തോളം വളരാം, അല്ലെങ്കിൽ എത്രത്തോളം വളരും എന്നാണ് അശ്വതിക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട്. അതിനൊക്കെതിരെ ശക്തമായി പോരാട്ടം കാഴ്ചവെക്കല്ലാതെ കണ്ട് നമ്മുടെ മുന്നിൽ ഒന്നും വേറെ വഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രസ്ഥാനം രൂപപ്പെട്ട് വരുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയും. അത് എത്രത്തോളം അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നു അത്രത്തോളം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും, അത്രത്തോളം അത് വളർന്നുകൊണ്ടിരിക്കും. ഒരുപാട് ഇങ്ങേപ്പുറത്തുനിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്, നമുക്കറിയാം, നമ്മൾ നിരന്തരം കാണുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ഈ പ്രസ്ഥാനത്തിന് എത്രത്തോളം വളരാൻ സാധിക്കും, എത്രത്തോളം ഈ രാജ്യത്തെ യുവാക്കളെ കൂട്ടുപിടിച്ച് എത്രത്തോളം മുകളിലെത്തിക്കാൻ സാധിക്കും, അത്രത്തോളം അത് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കാണുന്ന ജനപങ്കാളിത്തത്തിൻ്റെ കുറവൊന്നും അതിനെ മാറ്റി കുറയ്ക്കാൻ ബാധിക്കുന്നതല്ല. അപ്പോൾ വളരുമെന്ന് തന്നെയാണ് അശ്വതിയുടെ അഭിപ്രായം. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം യുവാക്കൾ ഒരുപാട് ഇത്തരം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നവർ പോലും ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ളൊരു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് CJP എത്രത്തോളം വളരും, ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുകളിലേക്ക് പോകുക എന്നുള്ളതൊക്കെ നമുക്കിനി കാണാം, അല്ലേ? കാണാം.